ഹലോ ഗായ്സ്, വെൽക്കം ടു ആർ കെ ടോക്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്ന ഇപ്പോൾ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പൂജ കേട്കർ IASന്റെ UPSC സ്കാം എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ എല്ലാവരും, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ UPSC എന്ന് പറഞ്ഞ എക്സാമിനെ കാണുന്നത് നമുക്ക് ലൈഫിൽ എങ്ങനെ ഒരു 10 lakh ആസ്പിറൻസ് എഴുതുന്ന ഒരു എക്സാം. നമ്മുടെ ലൈഫിൽ ക്യാബിനറ്റ് സെക്രട്ടറി, അതായത് PM-ന്റെ ഓഫീസിൽ ക്യാബിനറ്റ് സെക്രട്ടറി പോസ്റ്റ് കിട്ടുന്ന ലൈഫിൽ ഏറ്റവും ഹയസ്റ്റ്, വൺ ഓഫ് ദി ഹയസ്റ്റ് ഓഫീസർ ലെവൽ എക്സാം UPSC വഴി നമുക്ക് IASലേക്ക് എത്താൻ കഴിയുന്ന ഒരു എക്സാം. എപ്പോഴും നമ്മളൊരു എക്സാം എഴുതി കഴിയുമ്പോൾ UPSC എക്സാം എഴുതുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, റീസ്റ്റാർട്ട്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക, പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ റീസ്റ്റാർട്ടിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് പൂജ കേട്കർ IAS, എന്തായിരുന്നു ആ സ്റ്റോറി, ബിഹൈൻഡ് ദ സ്റ്റോറീസ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പൂജ IASന്റെ ബാക്ക് സ്റ്റോറി എന്തായിരുന്നു, എങ്ങനെയാണ് റിസർവേഷൻ ബെനിഫിറ്റിലൂടെ ആ പറഞ്ഞ ഓഫീസർ എങ്ങനെയാണ് റിസർവേഷൻ ബെനിഫിറ്റിലൂടെ UPSCയിലേക്ക് കടക്കുകയും അതെങ്ങനെയാണ് UPSC എക്സാമായിട്ട് അസോസിയേറ്റ് വരുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ആരായിരുന്നു പൂജ IAS, എന്തായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് അത് മനസ്സിലാക്കുക. അതായത് ഒരു ബ്രീഫ് സ്റ്റോറി പറയുകയാണ്. ഈ പൂജ IAS എന്ന് പറഞ്ഞ ഒരു പൂനെയിലെ ഒരു IAS ട്രെയിനി ആയിരുന്നു. അതായത് ട്രെയിനി എന്ന രീതിയിൽ നമ്മളൊരു IAS ഓഫീസർ ആവും, ഒരു പ്രൊബേഷൻ സമയത്ത് ട്രെയിനി മാത്രം. ആ ട്രെയിനി സമയത്ത് ഈ പറഞ്ഞ ഓഫീസർ അല്ലെങ്കിൽ പൂജ കേട്കർ അന്ന് അവിടെ ചോദിച്ച കുറച്ച് പ്രിവിലേജ് ഉണ്ട്. അതായത് ഏറ്റവും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ കാണുമ്പോൾ എന്താണ്, ഒരു ഔഡി കാറിൽ VIP നമ്പർ പ്ലേറ്റ് വേണം. ആലോചിച്ച് നോക്കണം, ഒരു IAS ഓഫീസർ, നമ്മളെല്ലാവരും IAS ഓഫീസർ ആവണമെന്ന് ലൈഫിൽ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പൈസയോ അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി ബെനിഫിറ്റ് അല്ല. അവിടെ നമ്മൾ അങ്ങനെ സർവീസാണ്, സൊസൈറ്റി കൊടുക്കുന്ന സർവീസ് ആയിരിക്കും IAS അല്ലെ UPSC എന്ന് പറയുന്ന എക്സാം ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുറെ പ്രിവിലേജസ് പൂജ കേട്കറിൽ കൂടെ വരികയാണ്. അതായത് ഒരു പ്രിവിലേജ്, ഒരു ബീക്കൺ ലൈറ്റ് ഉള്ള കാർ വേണം, ഔഡി കാറിലെ നമ്പർ പ്ലേറ്റ് വേണം, അങ്ങനെ രീതിയിലുള്ള പല കാര്യങ്ങൾ വരും. ഒരു റെസിഡൻഷ്യൽ ഹൗസ് വേണം, പ്ലസ് അതിൽ കോൺസ്റ്റബിൾസ് വേണം, അങ്ങനെ നിറയെ ഡിമാൻഡ്സ്. നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെന്റ് നമ്മൾ ഡിമാൻഡ്സ് വെക്കുന്ന നിറയെ ഡിമാൻഡ്സ് ഈ പറഞ്ഞ പൂജ കേട്കർ IASന് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ട്രെയിനി ആയിട്ട് ഓഫീസറായിട്ട് പ്രൊബേഷൻ പീരീഡിൽ കയറുന്ന ഒരു വ്യക്തിക്ക് ചോദിക്കുകയാണ്. അതിന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂജ കേട്കറിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പൂജ കേട്കറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ദിലീപ് കേട്കർ എന്നാണ് പേര്. പുള്ളിക്കാരൻ ഒരു പൊളിറ്റീഷ്യൻ ആണ്. പ്ലസ് 2024 ലോക്സഭ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് 15,000 വോട്ടൊക്കെ കിട്ടിയ ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അമ്മയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സർപ്പഞ്ചാണ്, ഒരു വില്ലേജ് ഹെഡിലെ സർപ്പഞ്ച് കൂടിയാണ്. അതിന്റെ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ വൈറലായിട്ട് കണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഫാമേഴ്സിന്റെ ഗണ്ണെതിരെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇടയ്ക്ക് വൈറലായിട്ടുണ്ട്. അതിന് പറയുന്ന ഗ്രാൻഡ് ഫാദറും എന്ത് ചെയ്യാണ്, ഇതേ ഇൻഫ്ലുവൻസ് ഉണ്ട്. ബിക്കോസ് ഹീസ് ഓൾസോ എ ബ്യൂറോക്രാറ്റ്, ഒരു സീനിയർ ബ്യൂറോക്രാറ്റ് ആയിട്ട് അവനും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു ബ്യൂറോക്രാറ്റ് ഫാമിലിയാണ് ഈ പറഞ്ഞ പൂജ കേട്കറിന്റെ, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം, പൂജ ഇപ്പോൾ MBBS കഴിഞ്ഞ് പൂനെയിൽ ഒരു ഹോസ്പിറ്റലാണ് ഗൻഗയോൺ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് പൂജ ഈ പറഞ്ഞൊരു എക്സാം എഴുതുകയും അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് 2019 IRS കിട്ടുകയാണ്. അതിനുശേഷം ഏകദേശം 2021 സ്പോർട്ട് അതോറിറ്റിയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ജോലി കിട്ടുകയും ചെയ്തു. അത് ഏകദേശം 2022 കാലഘട്ടത്തിലാണ് OBC കാറ്റഗറി അല്ലെങ്കിൽ പ്ലസ് ലെവൽ 5 എന്ന് പറഞ്ഞൊരു അനദർ കാറ്റഗറി ഉണ്ട്. അതിന്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് റിസർവേഷൻ കാറ്റഗറിയാണ് OBC പ്ലസ് PWD കാറ്റഗറി. ഈ കാറ്റഗറിയിൽ റിസർവേഷൻ ബെനിഫിറ്റോട് കൂടി 821 റാങ്കിൽ, അന്ന് ഓൾ ഇന്ത്യ റാങ്ക് 821 പൂജ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ IASലേക്ക് കടന്നു വരികയാണ്. അപ്പം എല്ലാവരും ചോദ്യം ഈ പറഞ്ഞ ആഫ്റ്റർ ക്ലിയറിംഗ് ദ എക്സാം ഇൻ 2022 എങ്ങനെയാണ് ഈ പറഞ്ഞ റിസർവേഷൻ ബെനിഫിറ്റിലാണ് ഈ പറഞ്ഞ പൂജ കേട്കറിന്റെ കംപ്ലീറ്റ് എക്സ്പോഷർ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഏകദേശം ഈ എക്സാം ക്ലിയർ ചെയ്തതിനു ശേഷം എന്തായാലും PWD കാറ്റഗറി കയറുന്ന വ്യക്തിക്ക് എക്സാം എഴുതിയ ശേഷം ഈ മെഡിക്കൽ ടെസ്റ്റ് നടത്താം. അന്ന് എയിംസ് ഡൽഹിയിൽ നിന്ന് മെഡിക്കൽ ടെസ്റ്റ് ഒരു 6-7 തവണ പൂജയെ വിളിക്കുകയും, പക്ഷെ പൂജ അന്ന് ഒരിക്കലും അവൈലബിൾ ആയിരുന്നില്ല. 6-7 തവണ വിളിച്ചിട്ട് എന്ത് ചെയ്തു, DOPTക്ക് ഈ പറഞ്ഞ ഒബ്വിയസ്ലി എയിംസ് ലെറ്റർ അയക്കുകയാണ്. അതായത് ഇത്ര സമയം റെഫ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ DOPT എന്ത് ചെയ്യാണ്, തിരിച്ച് ലെറ്റർ അയച്ചപ്പോഴും ഈ പറഞ്ഞ പൂജ അന്ന് റിപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, ഒരു അസുഖം ഉണ്ടെന്നാണ്. അതായത് അസുഖമുണ്ടെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് കാറ്റിൽ പോവുകയാണ്. കാറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണലിൽ കേസ് പോയപ്പോഴത്തെ അന്ന് അവിടുത്തെ വക്കീൽ പറഞ്ഞെന്ന് വെച്ചാൽ പൂജ സഫറിങ് ഫ്രം എ ഡിസീസ്. ആ ഡിസീസിന്റെ പേരെന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രോഫോബിയ, അതായത് ക്ലോസ്ഡ് സ്പേസിനെ പേടിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുകയും അങ്ങനെ എന്ത് ചെയ്യുന്നത്, ബോംബെ ഹൈക്കോടതിന്റെ ഫേവർ ചെയ്യുന്ന ഒരു വിധി വരികയാണ്. വിധിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ കാറ്റ് നിർത്തുകയും എയിംസ് വേറെ ഓൾട്ടർനേറ്റീവ് ചെയ്യാൻ കണ്ടുപിടിക്കണം. അങ്ങനെ പൂജ കേട്കർ എന്ത് ചെയ്യണം, ഫൈനലി ഹീസ് ജസ്റ്റ് ഗോണ മേക്ക് എ പ്രൈവറ്റ് ഫെസിലിറ്റി ഉപയോഗിച്ച് MRI സ്കാൻ ചെയ്ത് കൊടുക്കുക. പിന്നെ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു റിസർവേഷൻ ബെനിഫിറ്റിലുള്ള ഒരു വ്യക്തി ആ റിസർവേഷൻ എടുക്കാൻ വിസമ്മതിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സീനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു RT ആക്ടിവിസ്റ്റ് ഉണ്ട്, അതിന്റെ വൈഭവ്. പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനി ആയിട്ട് ഓഫീസർ എങ്ങനെയാണ് ബന്ധൻ ഡിസ്ട്രിക്റ്റിൽ വരുന്ന വ്യക്തി എങ്ങനെയാണ് പൂനെ ഡിസ്ട്രിക്റ്റിൽ ട്രെയിനിങ്ങിൽ വന്നതെന്നുള്ള കൃത്യമായി നമുക്ക് അറിയാൻ പറ്റുന്നില്ല.
പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അറൗണ്ട് അന്ന് തന്നെ ചീഫ് സെക്രട്ടറിക്ക് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പല ഡിമാൻഡ്സ്, റെസിഡൻഷ്യൽ ഹൗസസ് വേണം, ഒരു ജസ്റ്റ് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസിൽ കയറുന്ന ട്രെയിനിങ്, ഇത്രയും ഡിമാൻഡ്സ് എന്തിനാണ് വെക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈവൻ അന്നത്തെ DCP ആയിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന് ഒരു കോൾ ഈ പറഞ്ഞ പൂജ കേട്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്നൊരു സ്റ്റീല് മോഷ്ടിച്ചൊരു വ്യക്തി ഒരു തെഫ്റ്റിനെ അന്ന് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസറിനെ അപ്രോച്ച് ചെയ്യും. ഓഫീസർ അതിൽ നിന്ന് ഒബ്വിയസ്ലി അത് കേൾക്കാതെ അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാതെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ സ്കാംസ്, ഈ രീതിയിലുള്ള എക്സ്പോഷർ, പൂജയുടെ ഭാഗത്ത് ഡിമാൻഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ഇത് നമ്മൾ പ്രധാനമായിട്ടും പലരും റിസർവേഷൻ ബെനിഫിറ്റ്സ് എങ്ങനെ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. ഇതിൽ പ്രധാനപ്പെട്ട എല്ലാവരും പറയുന്നത് OBC കാറ്റഗറിയാണ്. OBC കാറ്റഗറിയിൽ 1990 മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് OBC കാറ്റഗറിയിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പാരന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് A or B ഗസറ്റഡ് പോസ്റ്റ് പാടില്ല, ആൻഡ് ഓൾസോ ആനുവൽ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 8 lakhs. ഈ രണ്ട് ബെനിഫിറ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പൂജ കേട്കർ IASന് കൃത്യമായിട്ട് എങ്ങനെയാണ് നോൺ ക്രീമി സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ചോദ്യം. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാദർ ഇലക്ഷന് പൊളിറ്റീഷ്യൻ നിന്നപ്പോൾ ഏകദേശം 40 കോടി രൂപയുടെ അഫിഡവിറ്റ് കാണിക്കുന്നുണ്ട്. പ്ലസ് അതിൽ നിന്ന് മാത്രം ഇൻകം ആയിട്ട് 3 lakhs കിട്ടുന്നുണ്ട്. 110 acres ഓഫ് ലാൻഡ്, 7 properties, 17 worth lakhs ഓഫ് ഈ പറഞ്ഞ വാച്ചസ് വരെ കേട്കറിന്റെ ഫാദറിൻ്റെ നിന്ന് കംപ്ലീറ്റ് പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ടും DOPT എന്ന് പറഞ്ഞ ഒരു ഇത്രയും വലിയ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ബോഡി, ഒരു ഏജൻസി, ഈ പറഞ്ഞ UPSC റിക്രൂട്ട്മെന്റ് ഏജൻസി ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ OBC സർട്ടിഫിക്കറ്റ്സ് റിസർവേഷൻ ഈ പറഞ്ഞ പൂജ കേട്കർ നൽകുന്നത്. അതേപോലെ തന്നെ വേറെ ഇതിന്റെ ബന്ധപ്പെട്ട് തന്നെ അന്ന് ട്രാഫിക് പോലീസിൽ ഒരു ചെലാൻ അറൌണ്ട് 21 rupees ചെലാൻ ഈ പറഞ്ഞ പൂജ കേട്കറിന് പോവുകയും ഈ പറഞ്ഞ ഔഡി കാറിൽ ബീക്കൺ ലൈറ്റ് വെച്ച് അന്ന് നോട്ടീസ് കൊടുക്കാൻ പോയപ്പോൾ ഈ പറഞ്ഞ ഓഫീസേഴ്സ് അവിടെ കാണുന്ന ഒരു 4 കാറുകൾ ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞു. പക്ഷെ നോട്ടീസ് കൊടുത്ത് പിറ്റേ ദിവസം ഫൈൻ ഈടാക്കാൻ ചെല്ലുമ്പോൾ ആ ബീക്കൺ ലൈറ്റ് കാറും ഇല്ല. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൗ മച്ച് ഷീസ് ഇൻഫ്ലുവൻസ്ഡ്, ഏത് രീതിയിലൊക്കെയാണ് ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈവൻ ഒരു മോക്ക് ഇന്റർവ്യൂ പൂജ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോക്ക് ഇന്റർവ്യൂവിൽ പോലും പൂജ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, അച്ഛൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഈ സീറോ ഇൻകം ആണെന്ന് ക്ലിയർലി അതിലും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ഇത് ഒരിക്കലും പൂജ കേട്കറിന്റെ കഥ മാത്രമല്ല. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 2016 IAS ഓഫീസർ ഉണ്ടായിരുന്നു ആസിഫ് K. യൂസഫ്. OBC റിസർവേഷൻ കാറ്റഗറി റിസർവേഷനിൽ തന്നെ ഇതേപോലെ സ്കാം എന്ന രീതിയിൽ അന്നും ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. ഈവൻ നമുക്കെല്ലാം പറയുന്ന പൂജ സിംഗൽ, അതായത് 21ാമത്തെ വയസ്സിൽ ഏറ്റവും യങ്ങസ്റ്റ് IAS ഓഫീസർ എന്ന പേരോട് കൂട്ടി ഏകദേശം 19.4 crores ഓഫ് റുപ്പീസ് ആണ് ഈ പറഞ്ഞ മൻരേഗ സ്കീം വഴി സ്കാം എന്ന രീതിയിൽ വെള്ളിയിൽ വന്നത് ആ ഒരു ഓഫീസറിനെ പറ്റി. അപ്പം അങ്ങനെ പല ഇതിലുള്ള കറപ്റ്റ് ഓഫീസേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 25% അറൌണ്ട് 25,000 എടുക്കാം, അല്ലെങ്കിൽ അത്രയും ഓഫീസേഴ്സ് ഒരു 25 നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2020 to 2024 ഈ പറഞ്ഞ 3 years അല്ലെങ്കിൽ 4 years എടുത്തു കഴിഞ്ഞാൽ there are 25,000 plus corrupt practices were happening in our country. അതിലുള്ള 2 പേരെ മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ലൈഫ്, നമ്മൾ UPSC എന്നൊരു എക്സാം എഴുതുന്നു, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ UPSC നമ്മൾ PSC എഴുതുന്ന ആൾക്കാർ 10 വർഷം പഠിക്കുന്ന, UPSC 10 വർഷം പഠിക്കുന്നു, നമ്മൾ ഇത്രയും വർഷം പഠിച്ചിട്ട് കാര്യമുണ്ടെന്നുള്ളതാണ്. എനിക്ക് അവസാനമായി നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു എക്സാമിന് ഈ ഒരു പെർസ്പെക്റ്റീവിലല്ല കാണേണ്ടത്. ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഗോൾസ് ഉണ്ടോ അതിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഈ 2 ഓഫീസറാണ് ഇതിൽ എപ്പോഴും കറപ്ഷൻ, എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് ഒരു ബോഡിയും ലൈഫിൽ ഒന്നിനെ, ഒരു ഏജൻസി ആയിരുന്നാലും ബോഡി ആയിരുന്നാലും ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിരുന്നപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ റോൾ മോഡൽ ആക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഡിലിജന്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ കറപ്റ്റ് പ്രാക്ടീസസ് ഒന്നുമില്ല, കൃത്യമായ സർവീസ് സൊസൈറ്റി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ മാത്രം റോൾ മോഡലാക്കി നിങ്ങളെ വർക്ക് ഡെഡിക്കേറ്റ് ഡിറ്റർമൈൻ ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് UPSC എക്സാം, വേൾഡ് ഏതൊരു ഫീൽഡിൽ നിങ്ങൾ ചെന്നാലും അത് മാത്രമേ നിങ്ങളുടെ ലക്ഷ്യം. എങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ ബൂം ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിച്ച ലൈഫിൽ നേടാനും പറ്റും. ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കണം ലൈഫിൽ വെക്കേണ്ടത്. ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് വെച്ചാൽ കുറച്ച് ഡിലിജന്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇന്റഗ്രിറ്റിയോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ റോൾ മോഡൽസ് ആക്കി നമ്മളെ എക്സാമിനെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ വേണം എക്സാമിനെ കാണാൻ. അല്ലാതെ ഒരു 2 എക്സാം ആൾക്കാരെ പഠിച്ചൊന്ന് UPSC എന്ന് പറഞ്ഞാൽ എൻറ്റയർ ബോഡിയല്ല നമ്മളവിടെ പറയേണ്ടത്. കാരണം പല ഇതിൽ പ്രശ്നങ്ങളാണ്. ഇപ്പം ഈ ഒരു പൂജ കേട്കർ എക്സാമിന്റെ സ്കാം എക്സ്പോസ്ഡ് ആയപ്പോഴും അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്ത് ഒബ്വിയസ്ലി ഷീ ഗോണ ഡിസ്മിസ്ഡ് ഫ്രം ദ സർവീസ്. അതിപ്പോൾ ആര് ചെയ്താലും നമ്മൾ സർവീസ് ഡിസ്മിസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമിനെ കുറ്റപ്പെടുത്താൻ, നാളെ ഞാൻ ഇത് വേണ്ടി പഠിക്കത്തില്ല, ഞാൻ ഇത് ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഇത് ഒരിക്കലും പോസിബിലിറ്റി ഒരു പെർസ്പെക്റ്റീവ് അല്ല അത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം, വേറെ നഷ്ടം. ഇപ്പം ഒരു വ്യക്തി അങ്ങനെ പോയെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി 99 പേരും അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല. അവർ പഠിക്കും, അവർ എക്സാം എഴുതും, അവർ റാങ്ക് ചെയ്യും, സ്കോർ ചെയ്യും. നിങ്ങൾ സർവീസിൽ കയറിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് മാറരുത്. അല്ലെങ്കിൽ സർവീസിൽ കയറുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇന്റഗ്രേറ്റഡ് വർക്ക് ചെയ്യുന്നു അതിലാണ് കാര്യം. ഓക്കെ, ദെൻ ഇത്രയാണ് ഈ ഒരു ഇതിനെ പറ്റി പറയാനുള്ളത്. So if you guys like this initiative, please subscribe to my YouTube channel, and ഇനിയുള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം നിങ്ങൾക്ക് എല്ലാം കിട്ടാൻ വേണ്ടി just press the bell icon
സോ എനിവേ താങ്ക് യു.